ക്രിസ്മസ് ഒക്കെ വരാൻ പോയല്ലേ, അപ്പോൾ ഇന്നും നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയാലോ. 10 ദിവസം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രേപ്പ് വൈനിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വൈൻ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസിനും ന്യൂ ഇയറിനും ഈ വൈൻ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കൂ. ഞാൻ ഈ വൈൻ ഉണ്ടാക്കാൻ എടുത്തത് അത്ര കളറുള്ള മുന്തിരി ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഈ വൈനിന് ലൈറ്റ് പിങ്ക് കളർ വന്നത്. അപ്പോൾ അടുത്തതായി നമുക്ക് വൈനിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. ആദ്യം തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഗ്രേപ്പ് വൈൻ തയ്യാറാക്കാനായി ആവശ്യമുള്ളതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ വൈൻ തയ്യാറാക്കാനായി ആവശ്യമുള്ളൂ. ഏകദേശം 1 കിലോളം വരുന്ന കുരുവില്ലാത്ത മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 ടൈപ്പിലുള്ള മുന്തിരിയാണ് ഞാൻ ഈ വൈൻ തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത്. ഒരു ടൈപ്പ് മുന്തിരി നല്ല ഡാർക്കായിരുന്നു, പക്ഷെ മറ്റേത് കുറച്ച് കളർ കുറവായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ഈ മുന്തിരി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കാം. കഴിയുന്നതും ഇത് ഈർപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഉണക്കിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരി മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വൈൻ ഉണ്ടാവേണ്ട പ്രോസസ്സ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വൈനിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ജാറാണ് ഈ വൈൻ ഇടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഭരണി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. നമ്മൾ ഈ വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഭരണി നല്ല ക്ലീൻ ആയിരിക്കണം. വെയിലത്ത് വെച്ചിട്ട് അതിൽ ഈർപ്പമൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് വേണം നിങ്ങൾ വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ. ഞാനിവിടെ ഈ മുന്തിരിയൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഭരണിയിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മുന്തിരി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പിന്നെ മധുരം കുറവാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു കൈപ്പിടിയോളം ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഗ്രാമ്പു, 2 ഏലക്കായി, പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നോർമൽ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ അത് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ. പഞ്ചസാരയൊക്കെ ഒന്ന് ചെറുതായി അലിയുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ഈ 2 ലിറ്റർ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ച് തണിഞ്ഞ വെള്ളമാണ് കേട്ടോ. വൈൻ ഉണ്ടാക്കാനായിട്ട് തിളപ്പിച്ച് തണിഞ്ഞ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാനായിട്ട് തടിയുടെ തവി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വൈൻ ഇളക്കാനായി പ്രത്യേകിച്ച് ഒരു തടിത്തവി നിങ്ങൾ മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ മെറ്റലിൻ്റെ സ്പൂണോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂണോ ഒന്നും വൈൻ ഇളക്കാനായിട്ട് ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ഈ വൈൻ ബോട്ടിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് വെളിച്ചം കടക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കാം. 10 ദിവസം കൊണ്ടാണല്ലോ നമ്മൾ ഈ വൈൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരേ സമയത്ത് ഈ വൈൻ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മാത്രമേ ഈ വൈനിൽ പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. 14 ദിവസം കൊണ്ട് ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാണുന്ന ഐക്കാർഡിലും പിന്നെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. ഇന്ന് 10ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ബോട്ടിൽ തുറന്ന് നോക്കാം. നിങ്ങൾ കണ്ടില്ലേ, ഈ മുന്തിരിയൊക്കെ നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വൈൻ ഒരു ക്ലീൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് വേറൊരു ഗ്ലാസ് ബോട്ടിലേക്ക് അരിച്ചെടുക്കാം. നിങ്ങൾ ഈ വൈൻ അരിച്ചെടുത്ത ദിവസം കഴിയുന്നതും ബോട്ടിൽ എഴുതി വെക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ വൈൻ എത്ര കാലം കേടുകൂടാതെ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം നിങ്ങൾ ഈ വൈൻ ബോട്ടിൽ തന്നെ വെച്ചിട്ട് 2ാമത്തെ ദിവസം നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ വൈനിന് കൂടുതൽ റെഡ് കളർ വേണമെങ്കിൽ ബീട്രൂട്ട് വേവിച്ച് അതിൻ്റെ ജ്യൂസ് നിങ്ങൾ ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ കൂടുതൽ കളർ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഈ ഗ്രേപ്പ് വൈൻ തയ്യാറാക്കി നോക്കണം. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വൈനാണ് ഈ മുന്തിരി വൈൻ. അപ്പോൾ എല്ലാവരും ഈ വൈൻ ഒന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കൂ.
അപ്പോൾ അടുത്തൊരു ക്രിസ്മസ് റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.